അതിൽ ഒരു ദിവസം ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളെ പറ്റിയാണ് എൻ്റെ ഈ വീഡിയോ. കോട്ടയം ടു തലശ്ശേരി, തലശ്ശേരി ടു വിരാജ്പേട്ട്, വിരാജ്പേട്ട് ടു മടിക്കേരി, ഈ റൂട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കോട്ടയത്ത് നിന്നും തലശ്ശേരിയിലേക്ക് KSRTC സ്വിഫ്റ്റിൽ എത്തിയ ഞാൻ അവിടെ നിന്നും കർണാടക ബസ്സിൽ, എന്നും രാവിലെ 7 മണിക്ക് പോകുന്ന കർണാടക ബസ്സിൽ വിരാജ്പേട്ടിലെത്തി. എല്ലാ ദിവസവും രാവിലെ 5 മണിക്കും 7 മണിക്കും 2 KSRTC കർണാടക ബസ്സുകൾ തലശ്ശേരിയിൽ നിന്നും വിരാജ്പേട്ടിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ഞാൻ 7 മണിയുടെ ബസ്സിലാണ് കയറിയത്. ചായ കുടിക്കുന്നതിനായിട്ട് കർണാടക കേരള ബോർഡറിൽ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. ഇവിടെ ആക്സിഡന്റ് പറ്റിയ ഒരു വണ്ടി കിടപ്പുണ്ട്. മടികേരിയിലെത്തിയ ഞാൻ ആദ്യം തന്നെ ഒരു സ്കൂട്ടർ വാടകയ്ക്ക് എടുത്തു. 500 രൂപയാണ് 24 മണിക്കൂറത്തേക്ക് സ്കൂട്ടറിൻ്റെ ചാർജ് വരുന്നത്. ഇവിടെയാണ് റൂം എടുത്തത്. മടികേരി ടൗണിൽ നിന്ന് 3 കിലോമീറ്റർ മാറി 1500 രൂപയാണ് ഒരു റൂമിന് ചാർജ് വരുന്നത്. അത്യാവശ്യം വൃത്തിയുള്ള ഒരു റൂമായിരുന്നു. എത്തി ഫ്രഷ് ആയതിനു ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി 8 കിലോമീറ്റർ മടികേരിയിൽ നിന്നും ദൂരമുള്ള അബ്ബെ ഫാൾസ് കാണുന്നതിന് വേണ്ടി ഇറങ്ങി. ഒരു പ്രൈവറ്റ് പ്ലാന്റേഷനുമായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു ഫാൾസ് ആണ് അബ്ബെ ഫാൾസ്. അവധി ദിവസം അല്ലാഞ്ഞിട്ട് കൂടി അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ള ഒരു പാതയാണ് വാട്ടർഫാൾസിലേക്ക് കിടക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് വാട്ടർഫാൾസ്. ഒരുപാട് വെള്ളമൊന്നും ഇല്ല. മൺസൂൺ സമയത്ത് ഈ നദി നിറഞ്ഞു കവിയെന്നാണ് പറഞ്ഞത്. ഇത് 10 വർഷം മുമ്പ് ഞാനിവിടെ വന്നപ്പോൾ ഈ ഹാങ്ങിങ് ബ്രിഡ്ജ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒഴുക്ക് കാരണം അത് തകർന്നു കിടക്കുകയാണ്. തിരിച്ച് റൂമിലെത്തിയ ഞാൻ രാത്രി ഒരു 10 മണിയായപ്പോൾ മടികേരി ടൗണിലോട്ടൊന്ന് കറങ്ങാൻ ഇറങ്ങി. വളരെ സജീവമായിട്ടുള്ള തെരുവുകാരാണ് ഞാൻ കണ്ടത്. കടയിലെ റേറ്റ് ചോദിച്ചപ്പോൾ അല്പം ജാസ്തിയായിട്ട് തോന്നി. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വാങ്ങിച്ചില്ല. അടുത്തുള്ള ഒരു കടയിൽ നിന്ന് മോമോസ് വാങ്ങിച്ചു. ഒരു ഫുൾ മോമോസിന് 90 രൂപയാണ് ചാർജ് വരുന്നത്. ഏകദേശം 8 എണ്ണം ഒരു പ്ലേറ്റിലുണ്ടാവും. അത്യാവശ്യം രുചികരമായിരുന്നു. കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. രാവിലെ എണീറ്റ് ഞാൻ താമസിക്കുന്ന റൂമിനടുത്തുള്ള ഒരു ചായക്കടയിൽ നിന്ന് ഒരു ചായ നിർബന്ധമായതുകൊണ്ട് അത് വാങ്ങിച്ചു കുടിച്ചു. രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു. വളരെ മനോഹരമായിട്ടുള്ളൊരു കടയും അതിനോട് ചേർന്നിട്ട് നല്ല വ്യൂവുമായിരുന്നു. വെളുപ്പിനെ തന്നെ മടികേരി ടൗണിനടുത്തുള്ള രാജാ സീഡ് ഗാർഡൻ കാണുവാൻ ഇറങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു ഗാർഡനാണിത്. രാവിലെ ആൾക്കാർ വ്യായാമത്തിനായിട്ടൊക്കെ നടക്കാൻ ഇറങ്ങുന്ന ഒരു സ്ഥലവും കൂടിയാണ്. ആൾക്കാർക്ക് ഇരിക്കുന്നതിന് വേണ്ടി സീറ്റുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് രാവിലെ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. അടുത്തതായി അവിടെ നിന്ന് പോയത് രാജാസ് ടോംബ് കാണുന്നതിന് വേണ്ടിയാണ്. ഇതൊരു പഴയ ഒരു ആർക്കിടെക്ചറിൽ 19ാം സെഞ്ച്വറിയിൽ നിർമ്മിച്ച ഒരു ശവകുടീരമാണ്. ഉടകിലെ രാജാവായിരുന്ന തൊഡ്ഡ വീരരാജേന്ദ്രയും അദ്ദേഹത്തിൻ്റെ പത്നി മഹാദേവി അമ്മയും അടക്കിയ സ്ഥലമാണിത്. വളരെ വിജനമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ആരെയും ഞങ്ങൾ കണ്ടില്ല. ഇവിടെ ഒരു ഫലകത്തിൽ ഇതിൻ്റെ ചരിത്രമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ
ഈ വലതുവശത്ത് കാണുന്നത് അതിനുശേഷം പണിതതാണ്. ചിക്കവീര രാജേന്ദ്രയുടെ ശവകുടീരമാണ്. അദ്ദേഹത്തിൻ്റെ മകൻ ലിംഗരാജേന്ദ്ര പണിതതാണ്. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ കുടക് സിറ്റിയുടെ ഒരു വലിയ ഭാഗം നമുക്ക് കാണുവാൻ കഴിയും. നല്ലൊരു വ്യൂ ആയിരുന്നു. അതിനുശേഷം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. ഹോട്ടലിൽ തന്നെ അത് അറേഞ്ച് ചെയ്തിരുന്നു. നീർദോശയും സാമ്പാറും ചായയുമായിരുന്നു. അതിനുശേഷം കാണാൻ പോയത് മടികേരിയിൽ നിന്നും 24 കിലോമീറ്റർ ദൂരമുള്ള ചിക്ലി ഹോളെ ഡാമാണ്. പേര് പോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ഒരു സെമി സർക്കുലർ ഷേപ്പിലുള്ള ഒരു ഡാമാണിത്. കൃഷി ആവശ്യങ്ങൾക്കും മറ്റുമായിട്ട് 1985 നിർമ്മിച്ച ഡാമാണിത്. ഓവർഫ്ലോ ആയിട്ട് വരുന്ന വെള്ളം ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്നത് കാണാൻ വളരെ ഭംഗിയാണ്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ ഒരുപാട് ആൾക്കാർ ഇത് കാണാൻ വരുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. നംഡോളിംഗ് മൊണാസ്റ്റി അല്ലെങ്കിൽ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇത് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ഒരു ആരാധന കേന്ദ്രമാണ്. കയറുമ്പോൾ തന്നെ കുറേ ടിബറ്റൻ രീതിയിലുള്ള കുറേ സാധനങ്ങളുടെ കടകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതുപോലെ ബുദ്ധമതത്തിൻ്റെ പ്രതിഫലിക്കുന്ന രീതിയിലുള്ള കുറേ സ്റ്റാച്യൂസും വളരെ കൗതുകരമായിട്ടുള്ള കുറേ വസ്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. 1963 ആണ് ഇത് സ്ഥാപിച്ചത്. 1959 കുറേ ബുദ്ധഭിക്ഷുക്കൾ ടിബറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി. അവർക്ക് വേണ്ടി ഗവൺമെന്റ് സ്ഥാപിച്ചു കൊടുത്ത ഒരു ടെമ്പിളാണ്. പത്മ നോർബു റിംപോച്ചെ എന്ന് പറഞ്ഞ ആളുടെ പടമായിരുന്നു നമ്മൾ മുമ്പേ കണ്ടത്. അദ്ദേഹമാണ് ഇത് സ്ഥാപിച്ചത്. ഇതിനകത്തോട്ട് കയറുമ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ഹാളാണ് ഉള്ളത്. അതിൽ 3 സ്വർണത്തിൽ പൊതിഞ്ഞ 3 വിഗ്രഹങ്ങളാണ് ഇതിൻ്റെ അകത്തെ പ്രധാന കാഴ്ച. 40 അടിയോളം പൊക്കമുണ്ട് ഈ ഓരോ വിഗ്രഹത്തിനും എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ഒരുപാട് ചിത്രപ്പണികളാണ്. ടിബറ്റൻ ബുദ്ധമതത്തെ കാണിക്കുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രപ്പണികളും കൊണ്ട് അലങ്കരിക്കുകയാണ്. ഒരു വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിനകത്തുള്ളത്. അടുത്ത ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നിസർഗധാമയാണ്. ഇതൊരു എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. കാവേരി നദിയുടെ തീരത്തായിട്ടുണ്ടായിരുന്ന ഒരുപാട് കടകളും ഒക്കെ ഉള്ള പാർക്കുകളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സ്ഥലമാണ് നിസർഗധാമ. കാലം കഴിഞ്ഞ് ഇതിനകത്തോട്ട് കയറുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് ബാംബു ഫോറസ്റ്റുകളാണ്. അതിനകത്ത് തന്നെ പല വിധത്തിലുള്ള കൊടക് ജീവിത രീതിയെ പ്രതിദാനം ചെയ്യുന്ന കുറേ സ്റ്റാച്യൂസും ഒക്കെ ഉണ്ട്. വളരെ മനോഹരമായിട്ടുള്ള വളരെ ശാന്തമായിട്ടുള്ള ഒരു സ്ഥലമാണ് നിസർഗധാമ. ഫാമിലിയായിട്ടും മറ്റും വന്ന് ഈ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. കുടകിലെ ഗ്രാമീണ ജീവിതം കാണിക്കുന്ന ഒരുപാട് പ്രതിമകളെല്ലാം ഇവിടെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തന്നെ ആയിട്ട് ഒരു ബേർഡ് പാർക്കുണ്ട്. 30 രൂപയാണ് എൻട്രി ഫീസ് വരുന്നത്.
ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പക്ഷികളെ കയ്യിലെടുത്തുകൊണ്ട് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കി തരും. നമ്മുടെ കയ്യിൽ തീറ്റ വെച്ച് തരുമ്പോൾ ഈ പക്ഷികളെല്ലാം വന്ന് നമ്മുടെ കയ്യിൽ വന്ന് ഈ തീറ്റ കൊത്തി തിന്നുന്നത് ഒരു പ്രത്യേക ഒരു അനുഭവമാണ്. ഇതിനകത്ത് തന്നെ ഒരു ഡിയർ പാർക്കുണ്ട്. മാനുകളെ സ്വൈര്യമായിട്ട് വിട്ടിരിക്കുകയാണ്. ഐലൻഡിലേക്ക് കയറുന്നതിന് വേണ്ടി ഈ തൂക്കുപാലമാണ് ഇവിടെ ഉള്ളത്. തൂക്കുപാലത്തിന് അടുത്ത് തന്നെയായിട്ട് കുറേ ഫാമിലിക്ക് താമസിക്കാനായിട്ടുള്ള കുറേ ഹട്ടുകളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഇതിന് വെളിയിലായിട്ട് കുറച്ച് ഷോപ്പിംഗ് ഏരിയസ് ഒക്കെയാണ്. ഇത് കുടകിൽ തന്നെ ഉണ്ടാക്കുന്ന കുറേ സാധനങ്ങളാണ്. കോഫിയും മറ്റുമെല്ലാം അടങ്ങിയ കുറേ കടകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ ഈ 6 സ്ഥലങ്ങളാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി കാണുന്നതിനാണ്. ഒരു ദിവസം നിങ്ങൾ ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഈ 6 സ്ഥലങ്ങളാണ്. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. താങ്ക് യു.